ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വിജയ് നായകനായി എത്തിയ ജനനായകൻ്റെ 5-ാം ദിനം തിങ്കളാഴ്ചത്തെ പ്രതികരണം എങ്ങനെയൊന്ന് നോക്കാം. ഇതിനോടകം തന്നെ 200 കോടിയും കടന്ന സിനിമ 250 കോടിയിലേക്ക് കുതിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച മിന്നുന്ന പ്രകടനമാണ് സിനിമയ്ക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 12 കോടിയും കടന്ന് ഇതാ 14 കോടിയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 150 കോടി 4 ദിവസങ്ങൾ കൊണ്ട് എത്തുകയാണ്. ഇന്നോടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 100 കോടി ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇന്നലത്തെ കളക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ മാത്രം 37 കോടി 54 ലക്ഷം രൂപ നേടിയെന്നുള്ളതാണ് പ്രശസ്ത ട്രാക്കേഴ്സായ WTF അല്ലെങ്കിൽ വാട്ട് ദ ഫസ് എന്ന ചാനലുകൾ പറയുന്നത്. അവരുടെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് 23 കോടി 82 ലക്ഷം രൂപയും, കർണാടകത്തിൽ നിന്ന് 4 കോടി 74 ലക്ഷം രൂപയും, കേരളത്തിൽ നിന്ന് 2 കോടി 87 ലക്ഷം രൂപയും, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് സിനിമയ്ക്ക് 1 കോടി 56 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി 58 ലക്ഷം രൂപയും നേടിയെന്നുള്ളതാണ്. തമിഴ്നാട് ലീഡ് ചെയ്യുന്നു 23 കോടി 82 ലക്ഷം രൂപ വെച്ച്. അതൊരു കൊടൂര മാസ് ആയിട്ടുള്ള കളക്ഷൻ തന്നെയെന്ന് പറയാം. ഇവിടെ ഒരു ലീക്ഡ് സിനിമ, അത് അല്ലെങ്കിൽ അതിനെ അങ്ങനെ തകർക്കാൻ ശ്രമിച്ച സിനിമ, എന്നിട്ടും അതിൻ്റെ കളക്ഷൻ എങ്ങനെയാണ് 100 കോടി കടക്കുമോ എന്ന് ചോദിച്ചവരുടെ മുഖത്തോട്ടുള്ള ആട്ട് തന്നെയാണ് ഈ സിനിമ 200 കോടിയും കടന്ന് 250 കോടിയിലേക്ക് എത്തുന്നതെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. ഇത് വിജയുടെ സിനിമയാണ്, ദളപതി വിജയുടെ സിനിമയാണ്, തമിഴ്നാട് CM ജോസഫ് വിജയുടെ സിനിമയാണ്. ഇനി ജനനായകൻ്റെ 27-ാം ദിനത്തെ അല്ലെങ്കിൽ 27-ാം തീയതിയത്തെ നമുക്ക് ട്രാക്ഡ് കളക്ഷൻ അല്ലെങ്കിൽ പ്രീസെയിൽ കളക്ഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 84 ലക്ഷം രൂപയോളമാണ് നേടാൻ കഴിഞ്ഞത്. സ്വാഭാവികമായിട്ടുള്ള ഇടിവ് നമുക്കറിയാവുന്നതാണ്. ആ ഒരു ഇടിവ് ഇവിടെ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കിയാൽ വമ്പൻ രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത്. 210 കോടിക്ക് മുകളിൽ 217 കോടിയോളം എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 4 ദിവസം കൊണ്ട് വരെ 85 കോടിയും, കേരളത്തിൽ നിന്ന് 13 കോടിയും, കർണാടകത്തിൽ നിന്ന് 24 കോടിയും, ആന്ധ്ര നിസാമിൽ നിന്ന് 10 കോടി 30 ലക്ഷം രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 കോടി 80 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്ന് 70 കോടി രൂപയും, $7.19 മില്യൺ നേടിയെന്നുള്ളതാണ്. 216 കോടി 50 ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷനായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നത്തോടെ സിനിമ 240 കോടിയിലേക്ക് എത്തുമെന്നുള്ളത് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു നമുക്ക്. എന്തായാലും 230, 245 കോടിക്കിടയിലായിരിക്കാം സിനിമയുടെ കളക്ഷനായി വരാനും പോകുന്നത്. കേരള ബോക്സ് ഓഫീസിലെ ഇന്നത്തെ 5-ാം ദിനത്തെ ട്രാക്കിംഗ് കളക്ഷൻ നമുക്ക് നോക്കാം. ഇന്നലെ 2 കോടി 80 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്ന സിനിമയ്ക്ക് ഇന്ന് 1 കോടിയോളം ആകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ന് 896 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പോൾ 26,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 42 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 60-65 ലക്ഷം രൂപ സിനിമയ്ക്ക് ഇതിനോടകം വന്നു എന്നുള്ളതാണ് ഉറപ്പാക്കപ്പെടുന്നത്. 1 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ്. അത് തീർച്ചയായും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്താണേലും ഒരു വിജയ് സിനിമ വീണ്ടും 200 കോടി ക്ലബിലേക്ക്, ഹാട്രിക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ റേഞ്ചിലേക്ക് എത്തുകയാണ്. വേറെ ഒരാളെ കൊണ്ടും ഇതൊന്നും സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും തമിഴ്നാട്ടിൽ ഗംഭീരമായിട്ടുള്ള ഒക്യുപ്പൻസി എന്നുള്ളത് തന്നെയാണ്. മോർണിംഗിൽ തന്നെ 82% ഒക്യുപ്പൻസിയാണ്. ഇന്നത്തോടെ 100 കോടി തമിഴ്നാട്ടിൽ നിന്ന് ടച്ച് ചെയ്യും എന്നുള്ളത് ഇത് ഒരു ഉറപ്പ് തന്നെ നമുക്ക് ലഭിക്കുകയാണ്. എന്താണേലും കേരളത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ആ ഒരു ഇടിവുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെ അങ്ങ് താഴാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഈ വരുന്ന ശനി ഞായറോട് കൂടി തന്നെ 300 കോടി കഴിയുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അതായത് 240 കോടിയോളം ഇന്നെത്തുമെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും നമുക്ക് പ്രതീക്ഷയാണ് അത് 300 കോടി കടക്കുമെന്നുള്ളത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് തരാം. കട്ട സപ്പോർട്ട് വേണം.